എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന പാഠഭാഗത്തിലെ പുതിയൊരു ഭാഗം നമ്മൾ പഠിക്കുകയാണ്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് എന്നിവയെക്കുറിച്ചാണ്. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന കാര്യം നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് എന്നീ മൂന്ന് ഘടകങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണെന്ന് വിശദീകരിക്കുകയാണ്. അപ്പോൾ ഇവയുടെ ബന്ധം വിശദീകരിക്കുന്നത് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയമത്തെ നമ്മൾ വിളിക്കുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ വിഭേദക അനുപാത നിയമം എന്നാണ്. അല്ലെങ്കിൽ ഇതിനെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് എന്നോ അപചയ സീമന്ത ഉൽപ്പന്ന നിയമം എന്നോ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ വിഭേദക അനുപാത നിയമം എന്താണ് എന്ന് നമുക്ക് നോക്കാം. വിഭേദക അനുപാത നിയമത്തിൻ്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാം. When the quantity of variable factor are added with fixed factors, initially MP increases, then falls and finally starts to decline. ഇതാണ് വിഭേദക അനുപാത നിയമം എന്ന് പറയുന്നത്. അതായത് മറ്റെല്ലാ നിവേശങ്ങളെയും സ്ഥിരമാക്കി നിർത്തിക്കൊണ്ട് ഒരു നിവേശത്തിൻ്റെ അളവിൽ മാത്രം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ സീമന്ത ഉൽപ്പന്നം വർദ്ധിക്കുകയും അതിനുശേഷം കുറയുകയും ചെയ്യും എന്നുള്ളതാണ് ഈ നിയമം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇതൊരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഒരു ഹ്രസ്വകാല ഉൽപ്പാദന ധർമ്മമാണ്. ഒരു ഹ്രസ്വകാല ഉൽപ്പാദന ധർമ്മത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വിഭേദക ഇൻപുട്ടിൽ മാത്രമാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. അപ്പോൾ ഒരു വിഭേദക ഇൻപുട്ടിൽ മാറ്റം വരുത്തുന്നു, മറ്റുള്ളവയെ സ്ഥിരമായി നിലനിർത്തുകയും ചെയ്യുമ്പോൾ ഈ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന വിഭേദക യൂണിറ്റ് നമ്മൾ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ സീമന്ത ഉൽപ്പന്നം വർദ്ധിക്കുകയും പിന്നീട് അത് കുറയുകയും ചെയ്യും. ഇതാണ് സീമന്ത അപചയ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വേരിയബിൾ ഇൻപുട്ടിൽ ഉണ്ടാക്കുന്ന മാറ്റം എങ്ങനെയാണ് ഫൈനൽ പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാക്കുന്ന വ്യതിയാനം, അതിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഈ നിയമം വിശദീകരിക്കുന്നത്. നമ്മുടെ കാർഷിക മേഖലയിലൊക്കെ നമുക്കിത് കാണാൻ കഴിയുന്ന ഒരു ഇതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ കാർഷിക മേഖലയിൽ ഇപ്പോൾ ഏത് ഉൽപ്പാദന പ്രക്രിയ ആയിക്കോട്ടെ, ഇപ്പോൾ വളം പ്രയോഗം നടത്തുന്ന കാര്യത്തിലാണെങ്കിൽ വളം തീരെ കുറച്ച് നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപ്പാദനം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ വീണ്ടും വളപ്രയോഗം കൂട്ടി കൊടുത്ത്, വളം എന്ന് പറയുന്ന വിഭേദക ഇൻപുട്ടിനെ കൂട്ടി കൊടുത്താൽ നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാവും. പക്ഷേ നമ്മൾ വീണ്ടും വളം കൂട്ടിക്കൊടുത്താൽ, ഒരളവ് കഴിഞ്ഞും കൂട്ടിക്കൊടുത്തത് കൊണ്ട് നമ്മൾക്ക് എന്ത് കിട്ടില്ല? ഉൽപ്പാദനത്തിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു വർധനവുണ്ടാവുകയില്ല. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഗതിയാണ് ഇവിടെ വിഭേദക അനുപാത നിയമം പറയുന്നത്. കാരണം ആ വിഭേദക ഇൻപുട്ട് മാറ്റം വരുത്തിക്കൊണ്ടിരുന്നാൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു പരിധി വരെ ഉൽപ്പാദന വർധന ഉണ്ടാവും. ആ ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും? ഈ ഉൽപ്പന്നം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് സീമന്ത ഉൽപ്പന്നം അല്ലെങ്കിൽ സീമന്ത അപചയ നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പറയുന്നത്, ഇതിനെന്താണ്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ വിഭേദക അനുപാത നിയമം എന്ന പേരിലും അറിയപ്പെടും. ഇനി ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതൊരു ഹ്രസ്വകാല ഉൽപ്പാദന ധർമ്മമാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കും, ദിസ് ഈസ് ഓൾസോ കോൾഡ് റിട്ടേൺസ് ടു എ ഫാക്ടർ, ഒരു ഘടകത്തിലേക്കുള്ള പ്രത്യയനം. അപ്പോൾ ഒരു ഘടകത്തിലേക്കുള്ള പ്രത്യയനം എന്താണ് എന്ന് ചോദിച്ചാൽ അത് എന്താണ്? വിഭേദക അനുപാത നിയമമാണ്. കാരണം അവിടെ ഒരു വേരിയബിൾ ഫാക്ടറിൽ മാത്രമാണ് നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഘടകത്തിലേക്കുള്ള പ്രത്യയനം എന്നുകൂടി അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് എങ്ങനെയാണ് ഈ ഒരു സംഗതി, ഈ വിഭേദക അനുപാത നിയമത്തെ ഗ്രാഫിലൂടെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും തമ്മിലുള്ള ഈ ബന്ധം നമ്മളൊരു ഗ്രാഫിൻ്റെ സഹായത്താൽ നമ്മൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ നോക്കി, ഈ ഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 3 കർവുകളുണ്ട്. അതിൽ ഏറ്റവും മുകളിലായി കാണുന്ന ഈ കർവാണ് ടോട്ടൽ പ്രോഡക്റ്റ് കർവ്. ഇവിടെ രണ്ടാമതായി കൊടുത്തിരിക്കുന്ന ആവറേജ് പ്രോഡക്റ്റ് കർവാണ്. മൂന്നാമത് നമ്മൾ ഈ കാണുന്ന കർവ് മാർജിനൽ പ്രോഡക്റ്റ് കർവാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിന് 3 സ്റ്റേജസ് ആണ്. പ്രധാനമായിട്ടും ഈ വിഭേദക അനുപാത നിയമത്തിന് പ്രധാനമായിട്ടും 3 സ്റ്റേജസിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ടോട്ടൽ പ്രൊഡക്റ്റും തമ്മിലുള്ള ബന്ധത്തെ 3 സ്റ്റേജുകളായിട്ട് നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻക്രീസിങ് സ്റ്റേജ്.
ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വർധനവിൻ്റെ ഘട്ടമാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും. നോക്കൂ, ഇവിടെ 3 കർവുകളും ആദ്യ ഘട്ടത്തിൽ വർദ്ധിക്കുകയാണ്. ഇതാ ടോട്ടൽ പ്രൊഡക്റ്റ് കർവ്, മാർജിനൽ പ്രൊഡക്റ്റ് കർവ്, ആവറേജ് പ്രൊഡക്റ്റ് കർവ് ഒക്കെ ആദ്യ ഘട്ടത്തിൽ വർദ്ധിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ ആണ്, അല്ലെങ്കിൽ വർധനവിൻ്റെ ഘട്ടമാണ്. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോവുകയാണെന്ന് നോക്കുക. ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് കുറയാൻ തുടങ്ങും. നമ്മൾ പറഞ്ഞു ഒരു ഘട്ടം കഴിയുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് കുറയാൻ തുടങ്ങും. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ പ്രത്യേകത മാർജിനൽ പ്രൊഡക്റ്റ് കുറയുന്നു. ആവറേജ് പ്രൊഡക്റ്റ് അതിൻ്റെ മാക്സിമം സ്റ്റേജിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ പ്രോഡക്റ്റ് കുറഞ്ഞ അളവിൽ വർദ്ധിക്കുന്നു. വർധനവുണ്ട്, പക്ഷേ ആദ്യത്തെ വർധനവിൻ്റെ സ്പീഡ് മൊത്തം ഉൽപ്പന്നത്തിലില്ല. കാരണം മാർജിനൽ പ്രോഡക്റ്റ് ഇവിടെ കുറയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാരണം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്നത് അപചയ പ്രത്യയഘട്ടം എന്നാണ് വിളിക്കുന്നത്. അപചയ പ്രത്യയഘട്ടം. അപ്പോൾ ഈ അപചയ പ്രത്യയഘട്ടം അല്ലെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ, ഈ അപചയ അല്ലെങ്കിൽ ഡിമിനിഷിങ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് നമ്മൾ പറയും. ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ എന്താണ്, കുറവിൻ്റെ ഘട്ടമാണെന്ന് പറയാം. അല്ലെങ്കിൽ മാർജിനൽ പ്രോഡക്റ്റ് കുറയുന്നു, ആവറേജ് പ്രോഡക്റ്റ് മാക്സിമം സ്റ്റേജിലെത്തുന്നു. അതോടൊപ്പം തന്നെ ടോട്ടൽ പ്രോഡക്റ്റ് അതിൻ്റെ സ്പീഡ്, വർധനവിൻ്റെ സ്പീഡ് കുറയുന്നു. ഇനി മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, മൂന്നാമത്തെ ഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന ടോട്ടൽ പ്രോഡക്റ്റ് അതിൻ്റെ മാക്സിമത്തിലെത്തി. ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമത്തിലെത്തിയപ്പോൾ ആവറേജ് പ്രോഡക്റ്റ് എവിടെ എത്തി? മാർജിനൽ പ്രോഡക്റ്റ് എവിടെ എത്തി? 0-യിലാണ്. അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ്, അതിൻ്റെ ഒരു ബന്ധം ഇതാണ്. ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമത്തിലെത്തുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സീമന്ത ഉൽപ്പന്നം എവിടെ ഉണ്ടാവും? സീമന്ത ഉൽപ്പന്നം 0-ത്തിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ആവറേജ് പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസിങ് ടെൻഡൻസിയാണുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 2 സ്റ്റേജുകളും പഠിച്ചു. ഒന്നാമത്തേത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ, രണ്ടാമത്തെ ഡിമിനിഷിങ് റിട്ടേൺസ് ടു ഫാക്ടർ. ഈ മൂന്നാമത്തെ സ്റ്റേജിൻ്റെ പേരെന്ന് പറയുന്നത് നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഋണാത്മക പ്രത്യയഘട്ടം എന്ന് പറയും. അതിന് കാരണം ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമത്തിലെത്തുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് 0-യിലെത്തുകയും ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമത്തിൽ നിന്ന് കുറയാൻ ആരംഭിക്കുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് എങ്ങോട്ടാണ്? നെഗറ്റീവായി മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇതിനെ നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, ഇത് നെഗറ്റീവായി. അപ്പോൾ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഋണാത്മക പ്രത്യയഘട്ടം അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. കുറവിൻ്റെ കാലഘട്ടമാണ്. പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നത്? മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവായിട്ട് മാറുന്നു, ടോട്ടൽ പ്രോഡക്റ്റ് കുറയാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ 3 ഘട്ടം, ഇതാണ് ഈ 3 ഘട്ടങ്ങൾ. ഇത് പ്രത്യേകമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം ഈ വിഭേദക ഘടക ഓരോ റിട്ടേൺസ് ടു ഫാക്ടറിലേക്കുള്ള അതിൻ്റെ 3 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഘടകത്തിലേക്കുള്ള പ്രത്യയത്തിൻ്റെ 3 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഈ TP, AP, MP തമ്മിലുള്ള ബന്ധമാണ്. ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ അല്ലെങ്കിൽ വർദ്ധമാന പ്രത്യയഘട്ടം. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിമിനിഷിങ് റിട്ടേൺസ് ടു ഫാക്ടർ അല്ലെങ്കിൽ അപചയ പ്രത്യയഘട്ടം. തേർഡ് വൺ ഈസ് നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ അല്ലെങ്കിൽ ഋണാത്മക പ്രത്യയഘട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് നിങ്ങൾ ബുക്കിലേക്ക് വരച്ചു വെക്കുക, അതിൻ്റെ സ്റ്റേജസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ സ്റ്റേജസ്, റിട്ടേൺസ് ടു ഫാക്ടറിൻ്റെ 3 സ്റ്റേജസിനെ നമുക്ക് 3 സ്റ്റേജസിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിനൊന്ന് ക്രോഡീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്, രണ്ടാമത്തെ ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു, മൂന്നാമത്തെ ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ നോക്കൂ, TP വലിയ നിരക്കിൽ വർദ്ധിക്കുന്നു, AP അതിൻ്റെ പരമാവധിയിലെത്തുന്നു, MP വർദ്ധിക്കുകയും APയോട് തുല്യമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടത്തിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ ഘട്ടം എന്താണ്? TP കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുന്നു. നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ സ്റ്റേജ് ഗ്രാഫിൽ ഓർക്കുന്നുണ്ടാവും. TP കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ AP കുറയാൻ തുടങ്ങുന്നു, MP കുറയുന്നു, 0-ആകുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ ഘട്ടം അവസാനിക്കുമ്പോൾ MP 0-ത്തിലാണുള്ളത്, TP കുറഞ്ഞിടത്തേക്ക് MP 0-ത്തിലേക്ക് മാറുന്നു. ഇനി മൂന്നാമത്തെ ഘട്ടത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്? മൂന്നാമത്തെ TP കുറയാൻ തുടങ്ങുന്നു, MP നെഗറ്റീവ് ആകുന്നു, AP കുറയുന്നുണ്ട്, പക്ഷേ AP ഒരിക്കലും ആവറേജ് പ്രൊഡക്റ്റ് ഒരിക്കലും എന്തിലെത്തുന്നില്ല, 0-ആയി മാറുന്നില്ല. അപ്പോൾ ഇതാണ് നേരത്തെ നമ്മൾ ഗ്രാഫിലൂടെ വിശദീകരിച്ചതിനെ അതൊന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഈ 3 ഘട്ടങ്ങളും ആ 3 ഘട്ടത്തിൻ്റെയും പ്രത്യേകതകളുമാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്.
ഇനി നിങ്ങൾ ഇത്രയുമാണ് നമ്മൾ കണ്ടത്. ഈ കാര്യങ്ങളുടെ ഒരു തുടർ പ്രവർത്തനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റ്, ഇവ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട്ബുക്കിൽ എഴുതണം. അതായത് ആദ്യം TP AP തമ്മിലുള്ള ബന്ധം എന്താണ്, അത് ആ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് മനസ്സിലാകും. ഇതിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു നോട്ട് തയ്യാറാക്കുകയാണ് ചെയ്യേണ്ടത്. MP-യും AP-യും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, MP-യും AP-യും അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സീമന്ത ഉൽപ്പന്നവും ശരാശരി ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ഇത് രണ്ടും നിങ്ങൾ തയ്യാറാക്കിയിട്ട് നോട്ട്ബുക്കിൽ കുറിക്കുക. ഈ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഏതാണ്, ഈ മേലെ പറഞ്ഞ തുടർ പ്രവർത്തനവും ചോദ്യമായിട്ട് വരാം. അതോടൊപ്പം തന്നെ വാട്ട് ഈസ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വിഭേദക അനുപാത നിയമം, ഇതിൻ്റെ ഗ്രാഫും വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. ഗ്രാഫ് വരച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരാം. അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഉൽപാദനത്തിൽ, കാർഷിക മേഖലയുടെ ഉൽപാദന പ്രക്രിയയിൽ നമ്മൾ ആദ്യം വിഭേദക യൂണിറ്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇരുന്നാൽ ആദ്യം ഉൽപ്പന്നം വർദ്ധിക്കുകയും പിന്നീട് ഉൽപ്പന്നം കുറയുകയും ചെയ്യും. ഈ നിയമത്തിന് പറയുന്ന പേരെന്താണ് എന്നൊക്കെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നിയമം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരം നോട്ട്ബുക്കിലേക്ക് എഴുതുകയും ചെയ്യും.